പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് പ്രത്യേകമായി ആദ്യമേ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാനെപ്പോഴും ഓർത്തഡോക്സ് സഭയെക്കുറിച്ച് ഓരോന്ന് പറയുമായിരുന്നു. എന്നാൽ ഇന്ന് ഓർത്തഡോക്സ് സഭയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആദ്യമേ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ തരാം. മലങ്കര സഭ തിരുവനന്തപുരം ഭദ്രാസനത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ കാണണം. അത് ഞാൻ വായിക്കുന്നത് കാരണം അവിടെ അടിപിടിയുമാണ്. എന്തിന് പാളയം, അതായത് സ്വന്തം ഈ ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം പാളയം പള്ളിയുടെ കൈവശമുള്ള ഭൂമി കാതോലിക്ക ബാബ കൈയടക്കി. അതൊക്കെ പോട്ടെ, അതിനെക്കുറിച്ച് എനിക്ക് പറയാവുന്ന, ഒരു രാജ്യം തന്നെ ഭിന്നിക്കുന്നുവെങ്കിൽ ആ രാജ്യത്തിന് നിലനിൽക്കുവാൻ കഴിയില്ല. ഇവിടെ ഓർത്തഡോക്സ് സഭയിൽ അടിയാണിപ്പോൾ. അവർ എന്തിനു വേണ്ടി അടിയുണ്ടാക്കുന്നു? പണത്തിനും പ്രതാപത്തിനും സൗകര്യത്തിനും വേണ്ടി. അല്ല, ഒന്നുമല്ല. എല്ലായിടത്തും വരുന്ന പണത്തിൻ്റെ പ്രശ്നമാണ്. അതായിക്കോട്ടെ, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നു. എന്നാൽ അതിനെക്കുറിച്ച് ഞാൻ കൂട്ട് പറയുന്നില്ല. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണാനിടയായി. ഇടയനാലച്ചൻ, അദ്ദേഹം ബഹ്റിനിൽ സെൻറ്റ് മേരീസ് പള്ളിയുടെ വകയിൽ പോയിരുന്നു. ആ ബഹ്റിൻ പള്ളി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന പോലെല്ലാം വിശ്വാസികൾ ഒരുപാട് ആത്മാർത്ഥമായി സഭയെ സ്നേഹിക്കുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ ഇവരാരും അതിൻ്റെ ഈ സഭയുടെ പുറകിലുള്ള കള്ളക്കളികളൊന്നും മനസ്സിലാക്കുന്ന വിശ്വാസികൾ മനസ്സിലാക്കുന്നില്ല. ഞാൻ ഇതിനെക്കുറിച്ച് ഉദാഹരണം പലത് പറയാം. ഇപ്പോഴും അമേരിക്കയിൽ ഈ ഓരോ കാതോലിക്കായി ഓരോരുത്തർ പിരിവിന് ചെല്ലുമ്പോൾ അവരാരും ഒരു വർഷവും പറയാതെ പറയുന്ന കാശ് കൈ കൊടുക്കുക എന്നതുപോലെ ബഹ്റിനും അവർ ആത്മാർത്ഥമായ സഭയെ സ്നേഹിക്കുന്നവരാണ്. അവരെ മുതലെടുക്കുക, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് സഭയുടെ ചരിത്രം, അതിന് ഉദാഹരണം ഇടയനാലച്ചൻ പറഞ്ഞത്, ഇന്നത്തെ കാലത്ത് ഓരോ കുടുംബങ്ങളും അവരുടെ ചരിത്രം എഴുതി ഉണ്ടാക്കി കീപ്പ് ചെയ്യുന്നു. അതായത് വരും തലമുറയ്ക്ക് കണ്ട് മനസ്സിലാക്കാൻ തങ്ങളുടെ മുൻഗാമികൾ ആരൊക്കെയാലും തൻ്റെ കുടുംബചരിത്രം എന്താണെന്ന് മനസ്സിലാക്കാൻ അത് നല്ല കാര്യമാണ്. അത് പണമുള്ളവൻ ചെയ്യും. പണമാണല്ലോ ഇതിനെല്ലാം പ്രധാന കാരണം. എന്നാൽ ഞാൻ ചോദിക്കുന്നത്, ഈ സഭാചരിത്രം ബഹ്റിനിൽ എഴുതിയതും ഓർത്തഡോക്സ് സഭയുടെ മെത്രാന്മാരുടെ കയ്യിലിരിക്കുന്ന പുസ്തകമായിട്ട് വ്യത്യാസമുണ്ടോ? ഇടയനാലച്ചൻ ആ മെത്രാന്മാരുടെ കയ്യിലിരിക്കുന്ന പുസ്തകം കണ്ടു കാണുമായിരിക്കുമല്ലോ. പിന്നെ എന്തോ അതിനകത്ത് സ്പെഷ്യാലിറ്റി എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു തരണം. നിങ്ങളത് പറയുന്നില്ല. അത് മറ്റുള്ളവർക്ക് അറിയണം. അത് നിങ്ങൾ ഈ കഥകളി വെറുതെ അങ്ങ് കഥ പറഞ്ഞു പോവാതെ അവിടെ ഈ സഭയുടെ ചരിത്രം എന്തോ എഴുതി ഉണ്ടാക്കിയെന്നുള്ളത് ഒന്ന് പബ്ലിഷ് ചെയ്യണം. വേണ്ട, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്നാൽ ഇടയനാലച്ചൻ പറഞ്ഞു, നമ്മുടെ സഭ വളരെ കഷ്ടപ്പാടിൽ കൂടി കടന്നുപോയി. നമുക്ക് ഒരു മെത്രാപ്പോൽ ചെയ്താൽ മെത്രാനില്ലായിരുന്നു. നമ്മുടെ സഭയിലെ 12 പുരോഹിതന്മാർ കൂടി ഒരു മെത്രാനെ വാഴിച്ചു. അപ്പോൾ അതിന് വേറെ പറയുന്നതിന് മുമ്പായിട്ട്, എൻ്റെ ഇടയനാലച്ച, ഈ പുരോഹിതന്മാരെ ആരാ വാഴിച്ചത്? അത് നിങ്ങളോട് ഞാൻ, നിങ്ങൾ ഈ
ഈ ഓരോന്ന് പറഞ്ഞു വരുമ്പോൾ ഓരോ കള്ളത്തരം പുറത്തു വരും. നിങ്ങളുടെ ഈ പുരോഹിതന്മാരെ ആരാ വായിച്ചത്? ആരെങ്കിലും വായിച്ചതാണോ? അല്ല. അല്ലെങ്കിൽ നിങ്ങളത് പറഞ്ഞു തരണം. അത് പോട്ടെ. എന്നിട്ട് ഈ വായിച്ചത് ശരിയല്ലെന്ന് കണ്ടിട്ട് ഓർത്തഡോക്സ് സഭയുടെ അല്ല പാത്രീസ് ബാബായെ സമീപിച്ചു. ഞങ്ങൾക്കൊരു മെത്രാപ്പോലീത്ത വായിച്ചു തരണം. ഞങ്ങൾക്കൊരു മെത്രാപ്പോലീത്ത വായിച്ചു തന്നാൽ മതി, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. പാത്രീസ് ഏറ്റു. പാത്രീസ് ഒരു ബാബായെ വായിച്ചു കൊടുത്തു. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ബാബായെ വായിച്ചു തന്നുകൊണ്ട് അവൻ്റെ കീഴിൽ ഞങ്ങൾ നിൽക്കണമെന്നാണോ? അല്ല, അത് വേണ്ട. ആരും ഒന്നും ചെയ്യണ്ട. കാരണം നിന്നെ നീയാക്കിയവരെ നീ മറന്നു പോകും എന്നുള്ളതാണ് ചരിത്രം. അത് വേണ്ട. ഇടനാളത്തിനോട് ചെറിയൊരു കാര്യം ചോദിക്കട്ടെ. ഈ പാത്രീസിനെ നമ്മൾ അംഗീകരിക്കേണ്ടല്ലോ. ഇടനാളച്ചന് വായുവിൽ നിന്നാണോ ജനിച്ചത്? അല്ലല്ലോ. തനിക്കൊരു പിതാവുണ്ട്. പിതാവിൽ കൂടിയാണ് താൻ ജനിച്ചത്. അതുകൊണ്ട് പിതാവ് പറയുന്നത് കേൾക്കണ്ടെന്നുണ്ടോ? പിതാവ് അവിടെ ചെയ്തു, ഞാൻ ജനിച്ചു, അതുകൊണ്ട് പിതാവ് പറയുന്നത് ഞാൻ കേൾക്കണമെന്നുണ്ടോയെന്ന് ഇടയനാളച്ചൻ ചോദിക്കുമോ? ചോദിച്ചിട്ടുണ്ടോ? ചോദിക്കും. അല്ല, നിങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് സ്വന്തം മാതാപിതാക്കന്മാരെ അനുസരിക്കേണ്ട, അതവരുടെ കടമ അവർ നിർവഹിച്ചു, അതുകൊണ്ട് അവിടെ കഴിഞ്ഞു, നിങ്ങൾ അവരെ അനുസരിക്കേണ്ടെന്ന് പറഞ്ഞ ഒരു ഇതാണ് നിങ്ങളിവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അത് പോട്ടെ. അപ്പോൾ അതിന് ഈ പാത്രീസ് ബാബായെ ഞങ്ങളുടെ കീഴിൽ വരണോ, അവൻ പറയുന്നത് കേൾക്കണോ എന്നുള്ളതിന് ഉദാഹരണമായിട്ട് വേറൊരു കഥ കൂടെ പറഞ്ഞു. പഴയ കാലത്ത് എനിക്കറിയത്തില്ല, ഇടയനാളച്ചൻ ഏതാണ്ട് 70 വയസ്സിൽ കൂടുതലില്ല. എനിക്ക് 77 വയസ്സുണ്ട്. എനിക്ക് 77 വയസ്സുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ തീപ്പെട്ടിയും എല്ലാം എൻ്റെ വീട്ടിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇടയനാളച്ചൻ ഒരു കഥ പറഞ്ഞു. അതായത് എൻ്റെ ചെറുപ്പകാലത്ത്, അതായത് അമ്മ വൈകിട്ടെല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കഴിയുമ്പോൾ അടുപ്പിൻ്റെ കനലിൽ കുറച്ച് ഉമ്മി വാരിയിടും. കാരണം തീ കെട്ടുപോകാതിരിക്കാൻ. രാവിലെ എടുത്ത് കത്തിക്കാനാണ്, തീപ്പെട്ടിയില്ലല്ലോ. അതുകൊണ്ട് ചില സമയത്ത് തീ കെട്ടുപോയാൽ ഞാൻ അടുത്ത വീട്ടിൽ പോയി ചകരിയും കൊണ്ടുപോയിട്ട് പോയിട്ട് കണ്ട് വരുമായിരുന്നെന്ന്. അച്ഛൻ ഏത് യുഗത്തിൽ ജീവിച്ചാണോ, ചന്ദ്രനാണോ ഇപ്പോഴതോ ഭൂമിയിലാണോ ഇപ്പോൾ വാഴുന്നത്, അച്ഛൻ 70 വയസ്സിൽ കൂടില്ല, ഞാൻ പറഞ്ഞുതരാം. എന്നാൽ അച്ഛൻ്റെ കാലത്ത് തീപ്പെട്ടിയില്ലെന്ന് പറയുന്ന കള്ളനോട് ഞാൻ ചോദിക്കുന്നു, നിനക്ക് എത്ര വയസ്സുണ്ട്? വേണ്ട, പോട്ടെ, അതൊക്കെ വിട്ടേരെ. എന്നാൽ ഈ പുരോഹിത വർഗമെല്ലാം കാലാകാലങ്ങളായിട്ട് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ ചിന്താഗതികൾ. കാരണം വെറുതല്ല, അവർക്ക് സുഖമായി ജീവിക്കണമല്ലോ. ഇനി ഈ മനുഷ്യൻ തന്നെയാണെങ്കിൽ, ഇടയനാളച്ചനാണെങ്കിൽ ഇനിയും 65 70 വയസ്സുണ്ടെങ്കിൽ എത്ര വയസ്സ് വരെ ജീവിക്കുമെങ്കിലും ആ സമയം സുഖമായി ജീവിക്കണം. ഈ 70 വയസ്സുള്ളവനും സർവീസ്, അതായത് കുർബാനകളിൽ നിന്നും എല്ലാം വിട്ടു നിൽക്കുകയാണെങ്കിൽ, റിട്ടയർ ചെയ്തതാണെങ്കിൽ ഇവനൊക്കെ പെൻഷൻ കിട്ടുന്നതാണ്. അതിന് ഈ കഴിഞ്ഞ സമയത്ത് ഒരു മെത്രാൻ, ഞാൻ വെറുതെ പറയില്ല, ഈ പുരോഹിത വർഗം മുഴുവൻ അവരന്യോന്യം സഹകരിച്ചു പോകുന്ന, അവരവരുടേതായ എല്ലാ കാര്യങ്ങളും വേണ്ടുന്നത് അവർ സംഘടിപ്പിച്ചെടുക്കുന്നുണ്ട്. നിയമപരം ഒരു പുരോഹിതന്മാരെല്ലാം കൂടെ പറഞ്ഞാൽ മെത്രാന്മാർ സമ്മതിച്ചു. ഏതെങ്കിലും വിശ്വാസികളോട് ചോദിക്കുമോ എന്തെങ്കിലും കാര്യം? ഇല്ല, വേണ്ട, പോട്ടെ. വിശ്വാസികൾ അടിമകളാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്നാൽ ഞാൻ ചോദിക്കുന്നത്,
ഈ മറ്റ് പുരോഹിതന്മാർ റിട്ടയർ ചെയ്യുന്നവർക്ക് പെൻഷനുണ്ട്. എന്നാലും ഈ ഒരു മെത്രാൻ പറഞ്ഞത് സഭയിലെ പുരോഹിതന്മാർ റിട്ടയർ ചെയ്യുന്നവരെയും അവരുടെ കൊച്ചന്മാരെയും നോക്കേണ്ട കടമ അവരെ സംരക്ഷിക്കേണ്ട കടമ വിശ്വാസികളുടെ. കാരണം അത് എന്താണെന്നുള്ളത് ഞാനിപ്പോൾ പറയാം. അതായത് ഇവർക്ക് കാശിൻ്റെ പ്രശ്നമല്ല, കാശ് അവർക്കെല്ലാം ഉണ്ട്. അതായത് ഈവനെയും ഒരു പുരോഹിതൻ മരിച്ചു പോയാൽ തന്നെ അവൻ്റെ ഭാര്യയ്ക്ക് മെഡിക്കൽ ഇൻഷുറൻസ് വരെ ഇവർ അംഗീകരിച്ചിട്ടുണ്ട്. അതൊക്കെ പോട്ടെ. എന്നാൽ ഇവരെ കാശിൻ്റെ പ്രശ്നമല്ല ഇവിടെ നോക്കുന്നത്. ഇവർക്ക് കേടുവെച്ച് ചെയ്യണം വിശ്വാസികൾ. അടുക്കളപ്പണി വിശ്വാസിയുടെ ഭാര്യ ചെയ്യണം. ആ പുരോഹിതൻ ആവശ്യപ്പെട്ടാൽ അവൻ്റെ മാർക്കറ്റിൽ പോയി സാധനം മേടിച്ചുകൊണ്ട് അവൻ്റെ വീട്ടിൽ കൊടുക്കണം. ഇവർ സുഖമായി വീട്ടിൽ നിന്നും കഴിച്ചോളാമെന്ന്. എല്ലാ മക്കളെ നിങ്ങൾ സൂഹിക്കും. എത്ര നാൾ സൂഹിക്കുമെന്ന് ഞാൻ കാണട്ടെ. നിങ്ങളുടെ ഈ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും. ഇന്ന് ഇന്ത്യക്ക് വെളിയിലുള്ള പള്ളികൾ ബാറും ഹോട്ടലുമൊക്കെ മാറിയെങ്കിൽ ഇന്ന് കേരളത്തിലെ പള്ളികളും ഹോട്ടലിന് സമാനമായിട്ട് മാറിയിരിക്കുകയാണ്. അവിടെ ആഹാരം പാകം ചെയ്യുന്നതേ ഉള്ളൂ. വിഭവസമൃദ്ധമായ ആഹാരങ്ങൾ വിളമ്പുന്നു പള്ളിമുറ്റത്ത്. ഞാൻ ചോദിച്ചോട്ടെ, ഒരു ഇടവക ദിനമെന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായാൽ തന്നെയും ഇടവക ദിനം അതിനെന്തുവാ നമ്മൾ ചെയ്യേണ്ടത്? നമ്മളെല്ലാം ഇന്ന് ഒരു മെത്രാൻ ചരിഞ്ഞാൽ അത് ആഘോഷിക്കും. ഒരു പുരോഹിതൻ ഒരു ഇടവകയിൽ നിന്ന് പോയാൽ അതാഘോഷിക്കും. അവന് പണക്കിഴി കൊടുക്കും. എല്ലാം ആഘോഷങ്ങളാണല്ലോ. എന്നാൽ എന്താ ഈ ആഘോഷങ്ങളുടെ ഉദ്ദേശം? ഇടവക ദിനത്തിന് 1000 പേർക്ക് ഊണ് ഓർഡർ ചെയ്തിരിക്കുന്നു ഒരു ഇടവകയിൽ. അതാ ഏത് ഇടവകയിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ കൂടി നടക്കുന്ന ഇടവകയാണ്. അപ്പോഴേ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം അവിടെ ഊണും കാപ്പിയുമെല്ലാം അവിടെ തന്നെ. അതിന് പുരോഹിതനെ ഞാൻ കുറ്റം പറയത്തില്ല. കാരണം രോഗി ചികിത്സിച്ചതും വൈദ്യൻ വിധിച്ചതും പാലെന്ന് പറഞ്ഞ പോലെ വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് പുരോഹിതൻ മനസ്സിൽ കണ്ട് ചെയ്തു കൊടുക്കും. അവരാവശ്യപ്പെട്ട് ചെയ്തു കൊടുക്കുന്നു. അവർക്കിത് ഇഷ്ടമാണെന്ന് കണ്ടുകൊണ്ട് പുരോഹിതൻ ചെയ്തു കൊടുക്കുന്നു. അതായത് ഒരു വിശ്വാസിക്ക് 10-200 ഇന്ന് എല്ലാവരും കട്ടും മോട്ടിച്ചും എല്ലാം അവിടുന്ന് ഇവിടുന്ന് കൊണ്ടുവന്ന് ഇവിടെ സുഖമായി ജീവിക്കുക. ഏതവനുണ്ട് മെയ്യല്ലെങ്കിൽ ജോലി ചെയ്ത് കാശ് സമ്പാദിച്ച് വന്നിട്ടുള്ളവന് ഏതെങ്കിലും ഒരെണ്ണം എന്നോട് പറഞ്ഞ പുത്തനായ വിടവകയിലെ. അപ്പോൾ ഇവർക്ക് എന്തുവാ 10-200 കൊടുത്താലും ഭാര്യയ്ക്ക് സുഖം, ഭർത്താവിന് സുഖം. അടുക്കളയിൽ കയറണ്ട, വേറൊന്നും നോക്കണ്ട. അവിടെ പള്ളി മുറ്റത്ത് സുഖമായിട്ട് വിഭവസമൃദ്ധമായ സദ്യ കഴിക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ഊണ്, വൈകിട്ട് കാപ്പി. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഇതൊക്കെയാണ് ഇടവക ദിനം. ഞാൻ ഇതിനു മുമ്പ് പിന്നെ ഒരു കാര്യം കൂടെ പറയാം മക്കളെ. ഇതിനു മുമ്പായിട്ട് മർത്തമറിയം സമാജം, അതായത് സ്ത്രീകൾക്ക്, ഓർത്തഡോക്സ് സഭയിലെ സ്ത്രീകൾക്ക് നേതൃത്വ പരിശീലനം നടത്തി. അത് കഴിഞ്ഞിട്ട് ഓൾ വേൾഡ് മർത്തമറിയം സമാജം സമ്മേളനം നടത്തി. അവിടുത്തെ പ്രസംഗങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഇപ്പോഴും. അവർക്ക് സമത്വം വേണ്ട സ്ത്രീകൾക്ക്. അവർ സ്ത്രീകൾ ബൈബിൾ വായിച്ചിട്ടുണ്ടെന്നറിയില്ല. അവർ ഈ സ്ത്രീകൾ കല്യാണം കഴിച്ചതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഈ കല്യാണം കഴിച്ചാണെങ്കിലും അവർ ഈ സമത്വം പറയത്തില്ല. സമത്വം ആവശ്യപ്പെടുകയാണെങ്കിൽ എന്തുകൊണ്ട് നിൻ്റെ കാര്യത്തിൽ ഒരു പുരുഷൻ താലി കെട്ടാൻ നിങ്ങൾ സമ്മതിക്കുന്നു? പോട്ടെ, അതും പോട്ടെ, അതൊക്കെ വിട്ടേരെ. എന്നാൽ
ഇന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പതിവ് പോലെ പ്രാർത്ഥിക്കാൻ പള്ളിയിൽ ചെന്നപ്പോൾ സ്ത്രീകൾ നിറഞ്ഞിരിക്കുക പള്ളിക്കകത്ത്. അപ്പോൾ ഞാൻ കയറാവുന്ന വഴിയിലൊന്നും ഒക്കത്തില്ല. ഞാൻ പുറകിൽ പോയി ആ ഒരു ബെഞ്ചിൽ നിന്ന് പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് പോന്നു. ഇന്ന് ഈ കള്ളം പുരോഹിതൻ നേരത്തെ ഓരോ കാര്യങ്ങളും വാട്സാപ്പിലിടും. ഇത് വാട്സാപ്പിലിട്ടില്ല. എന്നിട്ട് ഈ സ്ത്രീകളുടെ ഈ ഇടവകയിലെ മർത്തമറിയം സമാജത്തിൻ്റെ അവർക്ക് ധ്യാനപ്രസംഗം പോരായോ, എന്തോ ധ്യാനപ്രസംഗമെന്നോ പറയുന്നില്ല. എന്താ ധ്യാനം എന്താണെന്ന് ഈ പുരോഹിതൻ പറയുന്നില്ല. ഞാൻ ഇവരോടൊക്കെ ഓരോന്നും ചോദിക്കും. ഇവർ എന്നെ ചീത്ത വിളിച്ച് ചോദിക്കുകയുള്ളൂ. ധ്യാനപ്രസംഗം സ്ത്രീകൾക്ക്, ഭർത്തമറി സമാജം സ്ത്രീകൾക്ക് ധ്യാനപ്രസംഗം, അത് ഒരു പുരോഹിതനെ കൊണ്ടുവന്നിട്ട് ഇവിടെ എൻ്റെ പുറയിലെ കളി എന്താണെന്നറിയാമോ? ഈ പുത്തങ്കാവിളവയിൽ ഇപ്പോഴത്തെ വികാരി വന്നതിന് ശേഷം അതിൻ്റെ പ്രധാന കാര്യം ഞാൻ പറയാം. പുത്തങ്കാവ് സെൻറ്റ് മേരീസ് കത്തീഡ്രൽ എന്ന് പറഞ്ഞാൽ ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് പബ്ലിഷ് ആക്കിയത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. ഇതുവരെ ഉണ്ടാകാത്ത സംഭവങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. കാരണം ഞാൻ ഈ പുരോഹിതൻ വന്നതിന് ശേഷം ഒരു 5-6 ഇടവകയിൽ നിന്നെങ്കിലും ഈ വികാരിയും ആൾക്കാരും കൂടെ പള്ളി സന്ദർശിച്ചു. ഒരു പട്ടരൊന്നും അറിയാതെ മറ്റേ അയക്കത്തില്ല. ഒരു പുരോഹിതനും ഒരിടവകയിൽ നിന്നും അവരുടെ വിശ്വാസികളെ കൊണ്ട് ഒരിടത്തും പോകത്തില്ല. ഈ പള്ളി വരണമെങ്കിൽ അവന് കൈമടക്കിയിട്ടത് അവൻ വരത്തില്ല. ഈ കള്ളൻ, ഈ വികാരി, അവന് വന്നതിന് ശേഷം മുഴുവൻ എത്രയോ ആൾക്കാർ, പുരോഹിതന്മാരെ, വികാരിമാരെ, ആൾക്കാരെ കൊണ്ട് ഇവർക്കെല്ലാം കൈമടക്ക് കൊടുക്കുന്നുണ്ട്. ഇല്ലാതെ അവർ വരത്തില്ല. അപ്പോഴേ ഇവിടെ മനസ്സിലാക്കേണ്ടതാ. അപ്പോൾ ഇതൊക്കെ നടക്കുന്ന ഇപ്പം മർത്തമറി സമാജത്തിൻ്റെ അവർക്ക് ധ്യാനം നയിക്കുന്നത് ഒരു പുരോഹിതൻ. എന്താണ് നിങ്ങൾ ധ്യാനം നയിക്കുന്നത്? ഒരു നമ്മുടെ അപ്പോസ്തല പ്രവൃത്തിയിൽ, അതായത് ഒരു സ്ത്രീ സഭയിൽ അഭിപ്രായം പറയാൻ പാടില്ല. അവൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അവളുടെ ഭർത്താവിനോട് ചോദിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇന്ന് ഭർത്താവിന് എന്ത് വലിയ പുരോഹിതന്മാർ ഭർത്താക്കന്മാരെ മാറ്റി നിർത്തി പെണ്ണുങ്ങളെ കൊണ്ട് നടക്കുക. അതായത് അന്ന് ഹവ്വായുടെ അടുത്ത് സാത്താൻ ചെന്നു. സാത്താൻ ഹവ്വായെ കൊണ്ട് പാപം ചെയ്യിച്ചതുപോലെ ഈ ഓർത്തഡോക്സ് സഭയിലെ പുരോഹിതവർഗം മെത്താന്മാരും കൂടെ ഓർത്തഡോക്സ് സഭയിലെ സ്ത്രീകളെ വശീകരിച്ച് അവരെ കൊണ്ട് എന്ത് ചെയ്യിക്കുന്നുള്ള ഭാവിയിൽ കാണാം. ഞാനതിനെക്കുറിച്ച് കൂടുതലും പറയുന്നില്ല. എന്നാൽ ഇടയനാളച്ച, നീ ബഹറിന് പോയി, നീ എന്തിനു പോയി എന്നുള്ളത് ഞാൻ ചോദിക്കുന്നില്ല. അവർ ഇൻവൈറ്റ് ചെയ്ത് കാണും. ഇൻവൈറ്റ് ചെയ്തപ്പോൾ അവിടെ എന്തുവാ ചരിത്രം എഴുതിയത്, ചരിത്രം എന്താണെന്നുള്ള പറയേണ്ട കടമയോടുണ്ടല്ലോ. ഞാൻ നിങ്ങളടുത്ത് പോയി മറ്റേത് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്തുവാ ചെയ്തെന്ന് പറയാൻ പോലെ, എന്തുവാ ചെയ്തത്, അവിടെ എന്തുവാ അവർ ചരിത്രം കുറിച്ചത്? നിങ്ങളെ ഭർത്താക്കന്മാരുടെ ഇരിക്കുന്ന പുസ്തകത്തെ കവിഞ്ഞു വല്ലതും അതിനകത്തുണ്ടോ? ഉണ്ടെങ്കിൽ ലീനാച്ചൻ ഇത് കണ്ടു കാണത്തില്ല ഭർത്താക്കന്മാരുടെ ഇരിക്കുന്ന പുസ്തകം. കാരണം എല്ലാവരെയും ഭർത്താക്കന്മാർ വിശ്വസിക്കത്തില്ലല്ലോ. ഓരോരുത്തരെയും ഓരോ ജോലി ഏൽപ്പിക്കും. ചിലരെ ന്യായീകരണത്തൊഴിലാളികളായിട്ട് ഈ പുരോഹിതന്മാരെ നിയമിക്കും. ചിലരെ മറ്റ് പ്രവർത്തന ആഘോഷങ്ങൾ, അതായത് വചന പ്രഘോഷണത്തിന് ചിലരെ പ്രത്യേകമായിട്ട് നിയോഗിക്കും. അതൊക്കെ ഓരോരുത്തരും ഓരോ ഗ്രൂപ്പാണ്. ഈ സർക്കസ് കൂടാരത്തിലെ പോലാണ് ഓർത്തഡോക്സിലെ ഓരോ കാര്യങ്ങളും. ഓരോരുത്തരും ഓരോ നിയമിച്ചിരിക്കുക. അവരത് ചെയ്താൽ മതി.
അവന് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഏതായാലും മക്കളെ, ഓർത്തോ സഭ എന്തിന് സഹോദരങ്ങളുടെ പള്ളിക്ക് വേണ്ടി പിടിച്ചു വാശി പിടിക്കുന്നവർ ആ ഓർത്തോ സഭയിൽ തന്നെ അവർ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്നു. അന്യോന്യം ഇത് ഓർത്തോ സഭ സാമു എന്ന് പറഞ്ഞ ഒരു ആളെ ഓർത്തോ സഭ സാത്താൻ്റെ സഭയായി മാറുന്നു പറഞ്ഞു എന്നതുപോലെ അതിനെക്കുറിച്ച് ഞാൻ ന്യായീകരിച്ചു. അത് ശരിയാണെന്ന് ഞാൻ ന്യായീകരിച്ചു. അതുപോലെ ഓർത്തോ സഭ ആടിയുണ്ടാക്കി എന്തിന്? പണത്തിന് വേണ്ടിയിട്ട് അതിനാടിയുണ്ടാക്കി എല്ലാവരും തീരും. നോക്കണ്ട, ഈ കള്ളപ്പുരോഹിതന്മാരും മെത്താന്മാരും എല്ലാം ആടിയറ പറയും, ഇവരുടെ വരുമാനം കുറയും. ഇപ്പം കാണുന്നു വിശ്വാസികളെ കൊണ്ട് കാശ് മുടക്കുന്നു. അവർക്ക് വിശ്വാസികൾ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടോ, വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസികൾ, ഇന്ന് കേരളത്തിലെ ഓർത്തഡോക്സ് സഭയിലുള്ള വിശ്വാസികളെല്ലാം ഒട്ടുമിക്കവരും ലക്ഷപ്രഭുക്കളാണ്. അവരെങ്ങനെ പണം ഉണ്ടാക്കുന്നു ആരോട് ചോദിക്കണ്ട. എന്നാൽ പുസ്തക എവിടെയെങ്കിലും ലക്ഷപ്രഭുക്കളെ എങ്ങനെ കാശുണ്ടാക്കി എത്ര വർഷം ഒളിവിൽ താമസിച്ചു എന്നുള്ളത് എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അത് പറഞ്ഞില്ല. എന്നാൽ ഇവർക്കെല്ലാം സുഖമായി ജീവിക്കണം. പള്ളിയോ പട്ടക്കാരനോ പറയുന്നത് പട്ടക്കാരൻ പറഞ്ഞ് കേട്ടിട്ട് അവിടെ പോയിട്ട് ആശാപാടിച്ച പോലെ പട്ടക്കാരൻ്റെ സിൽബന്ധികളുണ്ട് കുറേ പേർ. അതായത് പ്രവാചകന്മാർ, ഇടവകയിലെ പ്രവാചകന്മാർ. അവർ പട്ടക്കാരൻ്റെ അടുത്ത് പള്ളിക്കകത്തേക്ക് പട്ടക്കാരൻ്റെ അടുത്ത് മറിച്ചുവരിക്കും. പട്ടക്കാരൻ പറയുന്നതിന് എതിരായിട്ടൊന്നും പറയത്തില്ല. അപ്പോഴേ മറ്റുള്ളവർക്ക് എന്തു നല്ല മനുഷ്യനായ അച്ഛൻ്റെ വലത്തുവശത്തിരിക്കുന്നു, ആ ക്രെഡിറ്റ് മതി ഇവർക്കൊക്കെ. ഒരുത്തരെ ഇന്ന് കണ്ടിയാണ് കുടുംബയോഗത്തിൽ എന്നെ ക്ഷണിച്ചവനെ, ഇന്ന് അവൻ ചിരിച്ചു പോയതേ ഉള്ളൂ. കാരണം അവൻ എൻ്റെ വാട്സാപ്പിൽ വന്നു. ഞാൻ ഇരുന്ന എല്ലാ വീഡിയോകളും എല്ലാവർക്കും ഇടും. അവനും ഇട്ടു. അവൻ എന്നെ ബ്ലോക്ക് ചെയ്തു. ഞാൻ അങ്ങോട്ട് നോക്കി ചിരിച്ച് അവനെയും ബ്ലോക്ക് ചെയ്ത് അങ്ങ് ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ എന്നെ കണ്ടച്ച് മുണച്ച് ചിരിച്ചൊക്കെ പോയി. ഇന്ന് അത്രയോട് ഇതൊക്കെ ഇന്ന് ഓർത്തഡോക്സ് സഭ നാശത്തിൻ്റെ വക്കിലേക്കാണ്. കാരണം വേറൊന്നുമല്ല, അനീതി അതിക്രമമല്ല, ദൈവം ഒരിക്കലും അനുവദിക്കാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. അന്ന് യെരുശലേം ദേവാലയത്തിൽ ചാട്ടവാറത്ത്, ഇന്ന് പുത്തഞ്ചായി പള്ളിയിൽ നാളെ ഇടവക ദിനം ആഘോഷിക്കുന്നു. ഇടവക ദിനം ആഘോഷിക്കുന്നത് എങ്ങനെയാണ്? അവിടെ കളിമേളാംഗം, വടംവലി, കസേരകളി, മോട്ടോർ സൈക്കിൾ റേസിങ്, നാരങ്ങ സ്പൂൺ വെച്ചോട്ടം എന്നെല്ലാം കാര്യങ്ങൾ ഒരു ദേവാലയത്തിൽ അതിൻ്റെ പരിസരവും എപ്പോഴും ശാന്തവും. ഒരു മനുഷ്യൻ വന്നാൽ അദ്ദേഹത്തിന് ആത്മീയമായിട്ട് ഒരു ചിന്ത വരത്തക്കൊണ്ടൊരു സൗകര്യമുള്ള പരിസരമായിരിക്കണം. അവിടെ തോന്നിയമാസം ഇവൻ്റെയൊക്കെ സ്പോർട്സ്, അതിന് 3 തരം പിരിവ്. ഒന്ന് കൂപ്പൺ, ലക്കി കൂപ്പൺ, ഒന്ന് വേറെ ഏതാണ്ട് 3 തരത്തിലുള്ള പിരിവ് നടത്തുന്നുണ്ട്. ഇതാർക്ക് വേണ്ടിയാണ്? ഈ ഇടവക ദിനമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പരിശുദ്ധ സഭ ഒക്കെ ഇടവക ദിനം, അത് നമ്മൾ പ്രാർത്ഥനയോടുകൂടി നമ്മളെ ഈ ഇടവക ഇത്രയും വർഷം ദൈവം കാത്ത് പരിപാലിച്ചതിന് നമ്മൾ ദൈവത്തെ സ്തുതിച്ച് അവിടുന്ന് പ്രാർത്ഥിച്ചു പോകേണ്ടതിന് പകരം ഡ്രാമ കളിക്കുക. ഉച്ചയ്ക്ക് 10,000 പേർക്കാണ് ഊണ് ഓർഡർ ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ വികാരി പറയട്ടെ,
എന്തിന് കാതോലിക്കതിരപ്പിൻ്റെ കാശ് പോയതൊക്കെ 58,000 രൂപ പോയതൊക്കെ ഞാൻ അതിനെക്കുറിച്ച് ചലഞ്ചിനൊക്കെ ഇവനൊന്നും അണങ്ങിയിട്ടില്ല. കാരണം ഇവനെല്ലാം അതിനകത്ത് ഇൻവോൾവാണ്. ഇപ്പം ഇത്രേ പറഞ്ഞുള്ളൂ. ഓട്ടോ സഭ, പരിശുദ്ധ സഭ. ഇടയനാളച്ചൻ പറഞ്ഞു വർത്തമാശ്രീയ വന്നിട്ട് ഒരു സഭയും സ്ഥാപിച്ചില്ല. പക്ഷെങ്കിൽ ഇടയനാളച്ചൻ ഈ രാജ്യത്തല്ല, ഇന്ന് ഈ കാതോലിക്കയുടെ കീഴിലല്ല വർക്ക് ചെയ്യുന്നു. കാരണം ഇന്നത്തെ മെത്രാന്മാരും പുരോഹിതന്മാരും വിശ്വാസികളും പിടിച്ചു പോകുന്നത് മാർത്തോമാശ്രീയയുടെ സിംഹാസനത്തിലിരിക്കുന്ന കാതോലിക്കയെ നീണാൾ വാഴ്ത്ത എന്നാണ്. ഇത് പിന്നെ കാതോലിക്ക ഈ മാർത്തോമാശ്രീയയുടെ സിംഹാസനം എവിടെ നിന്ന് വന്നു? തോമാശ്രീയ ഒരു സഭയും സ്ഥാപിച്ചില്ലെങ്കിൽ ഇതിന് ഇടയനാളച്ചൻ അതിന് ഉത്തരം തരണം. ഞാനിപ്പോൾ ഇത്ര പറഞ്ഞുള്ളൂ. വളരെ പ്രയാസത്തോടു കൂടിയാണ് ഇന്ന് സ്വന്തം ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർ ക്രിസ്തു ഞങ്ങളുടെ രക്ഷകനെന്ന് പറഞ്ഞേച്ച് ക്രിസ്തുവിനെ വിറ്റ് നിന്ന സമൂഹം, ക്രിസ്തീയ സമൂഹം, കൂട്ടായ്മകൾ, പള്ളിപ്പട്ടക്കാർ, അവരെ മുഴുവൻ ക്രിസ്തുവിൻ്റെ വേലയല്ല ചെയ്യുന്നത്. അവർ വേറെ പരിപാടി, അവരുടെ പോക്കറ്റ് നിറയ്ക്കാനുള്ള പരിപാടി. ഇന്ന് ക്രിസ്തുവിനെ വിറ്റ് ജീവിക്കുന്ന ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ളത് കേരളത്തിലാണ്. അവർക്കെല്ലാം നന്മ നേരുന്നു.